BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വ്യാജ ഫോൺ കോളുകളിലൂടെ ഇരകളെ കബളിപ്പിച്ച് ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തി തട്ടിപ്പ് നടത്തിയ ഏഷ്യൻ സംഘത്തിന് ജയിൽ ശിക്ഷ. തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ട 12 ഏഷ്യൻ വംശജരെയാണ് ജയിലിലടച്ചത്. സംഘത്തിലെ 4 പേർക്ക് 5 വർഷം തടവും 1000 ദിനാർ വീതം പിഴയും ഹൈ ക്രിമിനൽ കോടതി വിധിച്ചു. ബാക്കിയുള്ള 8 പേർക്ക് 3 വർഷം വീതമാണ് തടവ്. ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം 12 പേരെയും നാട് കടത്തും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകളാണെന്ന് പറഞ്ഞാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. വ്യക്തിഗത വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായി അവർ ആവശ്യപ്പെടുകയും രഹസ്യ ബാങ്കിംഗ് കോഡുകൾ പങ്കിടാൻ ഇരകളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കിയ ശേഷം അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടുകയായിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിലെ സാമ്പത്തിക കുറ്റകൃത്യ വിരുദ്ധ ഡയറക്ടറേറ്റാണ് തട്ടിപ്പ് കണ്ടുപിടിച്ചത്. ഒരു ഇലക്ട്രോണിക് പേയ്മെന്റ് ആപ്പ് ഉപയോഗിച്ച് സംഘം ഇടപാടുകാരുടെ ഫോൺ നമ്പറുകൾ ശേഖരിക്കുകയായിരുന്നെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. തുടർന്ന് തട്ടിപ്പുകാർ ഈ ആപ്പിലെ ജീവനക്കാരെ വ്യാജേന ഇടപാടുകാരെ വിളിക്കുകയായിരുന്നു. ബഹ്റൈൻ ടീമിന്റെ ഗൾഫ് കപ്പ് വിജയം മധുരം നൽകി ആഘോഷിച്ച ബഹ്റൈൻ റോയൽ വാരിയേഴ്സ് ടീം ഗുദൈബിയ പരിസരത്ത് വെച്ച് വാഹനയാത്രികർക്കും വഴിയാത്രക്കാർക്കും കടകളിലും മധുരം നൽകി ബഹ്റൈൻ ഫുട്ബോൾ ടീമിന്റെ ഗൾഫ് കപ്പ് വിജയം ആഘോഷിച്ചു. ബഹ്റൈൻ റോയൽ വാരിയേഴ്സ് ടീമിന്റെ സംഘാടകരും ടീം മെമ്പർമാരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. 26ാമത് അറേബ്യൻ ഫുട്ബോൾ കപ്പിൽ മുത്തമിട്ട ബഹ്റൈൻ ടീമിന് OACC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അഭിനന്ദനങ്ങൾ അറിയിച്ചു. ജനിച്ച മണ്ണുപോലെ അന്നം തരുന്ന നാടിന്റെ സുഖദുഃഖങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് പ്രവാസികൾ. ഈ നാടിന്റെ വിജയം സ്വന്തം വിജയം പോലെ ആഘോഷിക്കുകയാണ് പ്രവാസി മലയാളികൾ. തുടർന്നുള്ള നാളുകളിലും ഈ രാജ്യത്തിലെ പ്രവാസി മലയാളികൾ ഈ രാജ്യത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു ബഷീർ എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ ആശംസ അറിയിച്ചു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കുന്ന ബഹ്റൈനിലെ സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ അബ്ബാസ് മലയിലിന് ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. ഫ്രണ്ട്സിന്റെ വിവിധ ഏരിയകളിലെ പ്രസിഡന്റ്, കേന്ദ്ര അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി, കേന്ദ്ര സമിതി അംഗം, വിവിധ വകുപ്പുകളുടെ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനും സൗമ്യമായ ഇടപെടലുകളിൽ കൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും പ്രത്യേക പാടവമുള്ള വ്യക്തിത്വമാണെന്നും യാത്രയയപ്പ് യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. 3 പതിറ്റാണ്ടിലധികം നീണ്ട തന്റെ പ്രവാസ ജീവിതത്തിന് ശേഷം സന്തോഷത്തോടെയും ഏറെ സംതൃപ്തിയോടെയുമാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതെന്നും അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. സിഞ്ചിലെ ഫ്രണ്ട്സ് സെന്റർ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് സുബൈർ MM അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സയ്യിദ് റംദാൻ നദ്വി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജമാൽ നദ്വി സമാപനവും നിർവഹിച്ചു. ഖാലിദ് ചോലയിൽ, MM ഷാനവാസ്, സക്കീർ ഹുസൈൻ, ബദ്രുദ്ദീൻ പൂവാർ, ഗഫൂർ മുക്കുത്തല, ഷംജിത്ത്, മജീദ് തണൽ, അഹമ്മദ് റഫീഖ്, മുഹമ്മദ് അലി മലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റൈൻ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓർമ്മകളിലെ MT രചനകളിലൂടെ എന്ന പരിപാടി ബഹ്റൈൻ OACC ഹാളിൽ നടന്നു. സോമൻ ബേബി ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറയ്ക്കും വരും തലമുറയ്ക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഉദാത്തമായ സൃഷ്ടികളാണ് MTയുടേതെന്നും അദ്ദേഹം അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ രചനകളും സിനിമകളും വായനക്കാരുടെയും ആസ്വാദകരുടെയും ഹൃദയത്തിൽ സ്പർശിക്കുന്നതാണ്. തലമുറകളോളം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ രചനകളെയും കാലം ഓർത്തുവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റൈൻ കോർഡിനേറ്റർ സയ്യിദ് MS അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OACC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, വർക്കിംഗ് പ്രസിഡന്റ് ബോബി പറയിൽ, ജനറൽ സെക്രട്ടറി മനു മാത്യു എന്നിവർ സംസാരിച്ചു. MTയുടെ രചനകളെ ആസ്പദമാക്കി നടന്ന ചർച്ചയിൽ EA സലീം, രാജീവ് ഉണ്ണികൃഷ്ണൻ, EV രാജീവൻ, PK ജയചന്ദ്രൻ, ഹേമ വിശ്വംഭരൻ, രജിത സുനിൽ, അനൂവി കുറുപ്പ്, കമാൽ മുഹ്യുദ്ദീൻ, സബീന എന്നിവർ സംസാരിച്ചു. അക്കാദമിക് മെമ്പർമാരായ സൽമാൻ ഫാരിസ് സ്വാഗതവും ജലീൽ മുല്ലപ്പള്ളി നന്ദിയും പറഞ്ഞ പരിപാടിക്ക് അക്കാദമിക് കൗൺസിലർ അംഗങ്ങളായ ജീസൺ ജോർജ്, പ്രദീപ് മേപ്പയ്യൂർ, അബ്ദുൽ സലാം, നൈസാം, അബ്ദുൽ ഗഫൂർ, ജില്ലാ കോർഡിനേറ്റർമാരായ ബിബിൻ ഫിലിപ്പ്, സിൻസൺ പുലിക്കോട്ടിൽ, GBK വർഗീസ്, അഷ്റഫ് പുതിയപാലം എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. 2 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ നിലവിലെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജമാൽ കുട്ടിക്കാട്ടലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് PK പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷാജി പുതുക്കുടി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് രക്ഷാധികാരികളായ UK ബാലൻ, KT സലീം, സുധീർ തിരുനലത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ജനറൽ ബോഡി ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. സുധീർ തിരുനലത്ത്, അരുൺ പ്രകാശ്, സുജിത് സോമൻ എന്നിവർ നേതൃത്വം നൽകുന്ന 2025-26 കാലയളവിലേക്കുള്ള KPF എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും ഷാജി പുതുകുടി, അഖിൽ താമരശ്ശേരി, സവനേഷ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും രമ സന്തോഷ്, പ്രജിത്ത് ചേവങ്ങാട്, മനീഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സുജീഷ് മാടായി അസിസ്റ്റന്റ് ട്രഷററെയും തിരഞ്ഞെടുത്തു.
നിലവിലെ രക്ഷാധികാരികളായ UK ബാലൻ, KT സലീം എന്നിവരോടൊപ്പം ജമാൽ കുറ്റിക്കാട്ടിൽ എന്നിവരെ രക്ഷാധികാരിയായും ശശി എക്കരാലിനെ നാട്ടിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജില്ലാ കോർഡിനേറ്ററായും തിരഞ്ഞെടുത്തു. IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബിരിയാണി ചലഞ്ചിന്റെ തുടർച്ചാർത്ഥം മസ്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ലീനിംഗ് ക്യാമ്പിലെ ചെറിയ ശമ്പളക്കാരായ 500 തൊഴിലാളികൾക്ക് ഉച്ചഭക്ഷണ ബിരിയാണി വിതരണം ചെയ്തു. IYCC ബഹ്റൈൻ ദേശീയ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മുൻ ഭാരവാഹികൾ, ഏരിയ ഭാരവാഹികൾ അടക്കമുള്ളവർ നേതൃത്വം നൽകി. ഈ കാരുണ്യ പദ്ധതിയുമായി സഹകരിച്ച എല്ലാവർക്കും IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുടെ, ചാരിറ്റി കൺവീനർ സലീം അബു താലിബ്, ബിരിയാണി ചലഞ്ച് കൺവീനർ മുഹമ്മദ് ജസീൽ എന്നിവർ നന്ദി അറിയിച്ചു. ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചതോടെ ജാഗ്രതയിൽ രാജ്യത്ത് ഇതുവരെ 5 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കേസ് റിപ്പോർട്ട് ചെയ്തവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ചൈനയിലെ വൈറസ് വകഭേദമാണോ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് എന്നറിയാൻ പരിശോധന പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ICMR അറിയിച്ചു. ആശങ്ക വേണ്ടെന്നും സാഹചര്യം നിരീക്ഷിക്കുകയാണെന്ന് വ്യക്തമാക്കിയ ആരോഗ്യ മന്ത്രാലയം കേസുകളിൽ അസാധാരണമായ വർധന ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു. ഇന്ത്യയിൽ ഈ വൈറസ് പുതിയതല്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ വ്യക്തമാക്കി. വായുവിലൂടെയാണ് HMV വൈറസ് പകരുന്നത്. എല്ലാ പ്രായക്കാരിലും വൈറസ് ബാധയുണ്ടാകാം. ആരോഗ്യ മന്ത്രാലയവും ICMR-ഉം SNDC-യിലെ ചൈനയിലെ വൈറസ് വ്യാപാരം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുവെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ ഭൂചലനത്തിൽ 32 മരണം, 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലും അനുഭവപ്പെട്ടു. ബീഹാറിലും കൊൽക്കത്തയിലും പ്രകമ്പനമുണ്ടായി. രാവിലെ 6:35 ഭൂചലനമുണ്ടായത്. നേപ്പാളിലെ ലുബൂച്ചയ്ക്ക് 93 കിലോമീറ്റർ വടക്ക് കിഴക്കാണ് പ്രഭവ കേന്ദ്രം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിന്റെ പേര് ഭാരത് മാതാ ദ്വാർ എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച BJP ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ പ്രസിഡന്റ് ജമാൽ സിദ്ദീഖി ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ കൊളോണിയൽ ഭരണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുകയും ഇന്ത്യൻ സാംസ്കാരിക വിവിധ സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പേരുകൾ പുനർനാമകരണം ചെയ്യുകയും വേണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം 4ാം ദിനത്തിലേക്ക്. ജനപ്രിയ ഇനങ്ങളായ മിമിക്രി, നാടകം, പരിചമുട്ട്, നാടൻപാട്ട് മത്സരങ്ങൾ ഇന്നലെ ആരംഭിച്ചു. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, പാലക്കാട് ജില്ലകൾ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. 713 പോയിന്റോടെ കണ്ണൂരാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്തുള്ള കോഴിക്കോടിനും തൃശൂരിനും 708 പോയിന്റാണ്. 702 പോയിന്റോടെ പാലക്കാട് 3ാം സ്ഥാനത്തുമാണ്. ഇന്നാണ് കലോത്സവം സമാപിക്കുന്നത്. BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാടാണ് സ്കൂളുകളിൽ 1ാം സ്ഥാനത്തുള്ളത്. 123 പോയിന്റാണ് സ്കൂളിൽ. കാർമൽ ഹയർ സെക്കൻഡറി 2ാം സ്കൂൾ തിരുവനന്തപുരമാണ് 2ാം സ്ഥാനത്ത്. 93 പോയിന്റാണ് സ്കൂളിനുള്ളത്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ MT നിലാവേദിയിൽ 9:30 പെൺകുട്ടികളുടെ ഭരതനാട്യ മത്സരം ആരംഭിച്ചു. ഇതേ വേദിയിൽ പെൺകുട്ടികളുടെ സംഘനൃത്തം ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ചു. ടാഗോർ തിയേറ്ററിലെ പമ്പയാർ വേദിയിൽ രാവിലെ 6:30 മുതൽ നാടക മത്സരമാണ് അരങ്ങേറിയത്. പാളയം സെന്റ് ജോസഫ് HSS ഭവാനി നദി വേദിയിൽ രാവിലെ 9:30 പെൺകുട്ടികളുടെ മിമിക്രിയും ഉച്ചയ്ക്ക് 3 മണിക്ക് വൃന്ദവാദ്യവും നടന്നു. ഈ വാർത്തയോടുകൂടെ VMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.